ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥി ആര്യനെതിരെ വ്യാപകമായ ആരോപണമായി എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ ഡ്രഗ് മാഫിയക്കെതിരെ സംസാരിച്ച അബ്ദുൽ ഹക്കീം. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആര്യൻ പലരെയും റൂമിലേക്ക് വിളിച്ചിട്ടുള്ള വോയിസ് മെസ്സേജുകൾ ഷെയർ ചെയ്തത്. ആ വീഡിയോ കാണാം. ആക്ച്വലി എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, സോ ഐ തോട്ട് ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ജസ്റ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുകൊണ്ട് ഐ ജസ്റ്റ് സെൻഡ് ടെക്സ്റ്റ്. ഓക്കേ, നോട്ട് ലൈക്ക്. ഇവിടെ ആര്യൻ ഇത്രമാത്രം തെറ്റ് ചെയ്തു? അനുമോള് കണ്ട കാര്യങ്ങളപ്പോ സത്യമാണല്ലേ? കൂടെ ഞാൻ പ്രേക്ഷകരോട് ചോദിക്കൂ, അനുമോള് കണ്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആര്യൻ ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ, അനുമോൾ പറഞ്ഞതെല്ലാം ശരിയായി, അനുമോളായിരുന്നു ശരി എന്ന് പറയുന്ന കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ തമ്മിലേയും കുറെ വീഡിയോയിലാണെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ പോലും അതിനകത്ത് അവർ ലിപ് ലോക്ക് ചെയ്യുന്നത്, ജിസയിലും ഈ ആര്യനും ലിപ് ലോക്ക് ചെയ്യുന്ന പോലും കണ്ടു കാണത്തില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, നടന്നിട്ടില്ല. 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പുതപ്പിന്റെ അടിയിൽ കിടന്നും പറഞ്ഞ് ലിപ് ലോക്ക് ചെയ്ത് ആരെങ്കിലും കണ്ടോ? ആ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഷോക്കാർ ഉറപ്പായിട്ടും പുറത്തു വിട്ടേനെ. ചില ആൾക്കാർ പറയുന്നുണ്ട് അത് പുറത്ത് വിടത്തില്ല, ഷോയിൽ ബാധിക്കുമെന്നും. ഒന്നും ബാധിക്കത്തില്ല. അവർക്കത് ഏറ്റവും വലിയൊരു കോൺടാക്റ്റ് ആയിരുന്നു. അവർക്ക് TRP കൂട്ടാൻ പറ്റിയ അവസരം അവർ കൂട്ടിയേ തീരും. അങ്ങനെയാണ് അവർ ഇവിടെ ആദിലനൂറ് ചുണ്ടത്തുമ്മ വെക്കുന്നത്. അതൊക്കെ കാണിക്കാമെങ്കിലാണോ ഈ പറയുന്നൊരു സംഭവം? ഈ പറയുന്ന പേർലിയും ശ്രീനിഷും തമ്മിലുള്ള ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെന്തുകൊണ്ട് ഇത് കാണിച്ചുകൂടാ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ സംസാരിക്കാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോടെ ഒരുപാട് കാര്യങ്ങൾ, ഈ പറയുന്ന ജീവൻ സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം സംസാരിച്ച് ഞാൻ അതങ്ങ് വിട്ടൊരു കേസ് കേട്ടാ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ കമന്റ് ബോക്സിലും പേഴ്സണലിയും മെസ്സേജ് അയക്കുന്നുണ്ട് ഈ അനുമോടെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇത് ചെയ്തത്? ഇപ്പൊ കണ്ടില്ലേ, ആര്യനെ അവരെ എല്ലാവരും കൂടെ ഡീഗ്രേഡ് ചെയ്ത് കണ്ടില്ലേ, എല്ലാ യൂട്യൂബേഴ്സും കൂടെ ചെയ്യുന്നത് കണ്ടില്ലേ? അപ്പൊ ഈ പറയുന്ന അനുമോളുടെ 7 മിനിറ്റിന്റെ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ കിടപ്പുണ്ട്. ഈ പറയുന്ന ജീവന്റെ അമ്മത്തേറി പറഞ്ഞ കഥകൾ പറയുന്നതിന്റെ ഒക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ അന്നും ആ സ്റ്റോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ വോയിസോ കാര്യങ്ങളോ ഞാൻ പുറത്തു വിടാനോ ഒന്നും പോയില്ല. പിന്നെ ഞാൻ ഈ പറയുന്ന PR-ആയിട്ട് സംസാരിച്ച് അതൊരു ധാരണയിലെത്തി. പിന്നെ 2 കൂട്ടരുമായിട്ടും സംസാരിച്ച് അതവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇവർക്ക് പുറത്ത് ലൈഫൊക്കെ ഉള്ളതാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന അനുമോക്ക് ഒരു ലൈഫുണ്ട്, അതാണ് മറ്റേത്, ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കരുത്. അതുപോലെ തന്നെയാണ് ഇവന്റെയും. അതും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ആ പെണ്ണൊരു ക്യൂട്ടാണെന്ന് പറഞ്ഞ് ഇത്ര വലിയ തെറ്റാണ്. ഇവിടെ ആരാ പുണ്യാളത്തികള്? എല്ലാം ഈ കൈകൊട്ടും ഈ കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരും നല്ല പിള്ളകളൊന്നും അല്ലല്ലോ. നിങ്ങൾ അതും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം പണ്ടത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങളെ കാണാൻ അടിപൊളിയാണ്, ക്യൂട്ടാണ്, ഞാനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതൊക്കെ. അതിന് കോഴിത്തരമാണെങ്കിൽ നമുക്കൊരു ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറയുന്നത്, ഇവിടെ നിന്നെ കാണാൻ കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ലവ് സ്റ്റോറി മൂവീസ് ഒന്നും ആരും കാണാൻ പോകരുത്. നമ്മുടെ ദിലീപൊക്കെ എത്ര വട്ടമില്ലേ തെങ്കാശിപ്പെട്ടതിന് പുറകെ ഇങ്ങനെ നടന്ന് 5 കൊല്ലവാ നടന്നതൊക്കെ പറയത്തില്ലേ? അതൊക്കെ കോഴിത്തരം. എല്ലാം അങ്ങനെയാണെങ്കിൽ എല്ലാം കോഴിത്തരവും ഇത് മൊത്തം പ്രശ്നമാണല്ലോ ചോദിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് പ്രേമിക്കാനേ പാടില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ അത് വലിയ കുറ്റമാണോ? എനിക്കറിയാൻ പറ്റുന്നുണ്ടോ ചോദിക്കുമോ? പരസ്പര സമ്മതത്തോടാണെങ്കിൽ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ, ഒരു കുഴപ്പമില്ല. കുറെ കഴിയുമ്പം വന്നിട്ട് പ്ലേറ്റ് മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ അനുമോടെ കേസ് വെച്ച് സംസാരിക്കുന്നുണ്ട് ഈ ആര്യനെ. എനിക്ക് പേഴ്സണലി ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വന്ന് ഇവനെ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇവൻ്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ അവനത് പ്രൂവ് ചെയ്തു ഗെയിമിലൂടെയും പല കാര്യത്തിലൂടെയും. അന്ന് കുറ്റം പറഞ്ഞ ആൾക്കാർ ഇവന് വേണ്ടി ഇപ്പോൾ കൈയടിക്കുന്നുണ്ട്. ആ സമയത്ത് വന്നിട്ട് ഇപ്പം ഇമ്മാതിരി തോന്നിവാസങ്ങൾ അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുന്ന, അനുമോൾ പറഞ്ഞ് ശരിയാണ്, നിങ്ങൾ ഈ ശരി എന്ന് പറയുമ്പോൾ ജിസേൽ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പുറത്തവസ്ഥ അങ്ങനെ സംഭവിച്ചു എന്നല്ലേ വരുത്തുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു ബോധമില്ലേ? ഇതിനകത്ത് വലിയ മറ്റേ അജ്മലിന്റെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഒരു തുള്ളി സാധനമില്ല, ഒരു നുള്ളു സാധനമില്ലടാ. പിന്നെ എന്തിനാ ഇതൊക്കെ വെച്ച് സംസാരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ കുത്തിപ്പൊക്കുവാണെങ്കിൽ ആദ്യം ഞാൻ അതാ പൊക്കുണ്ടേ അനുമോടെ കേസ് കേട്ട്. അതെല്ലാവരും കാത്തിരിക്കുന്ന സംഭവം. ആ വോയിസ് ഒക്കെ കേട്ടു നോക്കണം. പുള്ളിക്കാരി കുഞ്ഞിലെ എങ്ങാണ്ട് പ്രേമിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങാണ്ട് കുഞ്ഞിലെ എന്ന് വെച്ചാൽ പുള്ളിയുടെ 20-ാമത്തെ വയസ്സ് 21-ാമത്തെ വയസ്സോ കുഞ്ഞിലെ. എൻ്റെ ഫുൾ ഡീറ്റെയിൽ കിടപ്പുണ്ട്. പിന്നെ എന്താ പറയാനാ, പുള്ളിക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഡീഗ്രേഡ് വരരുത്, മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയരുത് അനുമോക്ക്. അതാണ് പുള്ളിയുടെ ഒരു ഇത്. അങ്ങനെയുള്ളതൊന്നും വരരുത്, അല്ലെങ്കിൽ പുള്ളിക്കാരി ഷോ വിട്ട് പോകും. അപ്പം അവർക്കും ഫാമിലിയൊക്കെ ഉണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ അവരുടെ ഫാമിലി വന്നിട്ട് അനീഷ് ആർമിക്കെതിരെ സംസാരിച്ച വ്യക്തികളാണ്. എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് പറയാൻ തോന്നിയിട്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആരും
ഇത് കാണുന്ന നീയോ ഞാനോ ആരും പെർഫെക്റ്റ് അല്ല. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയർ സബും ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ.